ഇപ്പോഴും ഞാൻ തന്നെ ഒഫീഷ്യലായി കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നീ ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്നെ വിശ്വസിക്കൂ സർ, ഞാൻ നിരപരാധിയാണ്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല സർ. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ എന്റെ ബാഗിൽ വന്നു എന്ന്. നിന്റെ പേരെന്താ? റോസ്. നീ എവിടെന്നാ? ജർമ്മനി. വേറെ ജർമ്മനി. ബെർലിൻ. ഓക്കെ, ജർമ്മനിൽ എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുക യൂണിവേഴ്സിറ്റിയിൽ. നീ അവിടെ യൂണി? സോ നീ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം? എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്ന്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന. ഓ അത് ശരി. സോ നിനക്ക് ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല യൂണിയിൽ. ആൻഡ് യു ഡിസൈഡ് ടു സെൽ ഡ്രഗ്സ്. നോ. വാവ്. അത് പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരു ലേഡിയെ പരിചയപ്പെട്ടു. അവരെന്നെ ഓൺലൈനിൽ ക്ലോത്ത്സ് വിൽക്കാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അവരെന്നെ ഹോൾസെയിൽ സപ്ലയേഴ്സിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു. അങ്ങനെയാ. ഓക്കെ, ടു ബൈ ക്ലോത്ത്സ്. ആ, നീ ഇവിടെ ഇന്ത്യയിൽ വന്നു ക്ലോത്ത്സ് വാങ്ങിക്കാൻ? യെസ്. ഇതിലും വലിയ കഥകൾ എത്രയോ കേട്ടിരിക്കുന്നു ഞാൻ. ചെയ്യില്ല, എന്നെ വിശ്വസിക്കൂ സർ, പ്ലീസ് സർ. ഇതൊക്കെ എങ്ങനെയാ എന്റെ ബാഗിൽ വന്നതെന്ന് എനിക്ക് അറിയില്ല സർ. ഞാനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റാ. എനിക്ക് എങ്ങനെയെങ്കിലും അത് ഫിനിഷ് ചെയ്താൽ മതി സർ. സോ നീ ഇവിടെ വന്നത് പെണ്ണിനെ കാണും ഇന്ത്യയിലേക്ക്. അവൾ പറഞ്ഞു സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് തരാം. ഈ പെണ്ണാരാണ്? അവളുടെ പേര് സൂസൻ. അവളുമായിട്ടുള്ള ചാറ്റ് ഹിസ്റ്ററി ഉണ്ട് എന്റെ വാട്സപ്പിൽ. അവള് പറഞ്ഞു ഇവിടെ വരുമ്പോ വിളിക്കണമെന്ന്. സോ പിന്നെ അവളെന്താ പറയാഞ്ഞേ നിന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ? എനിക്കറിയില്ല. ഇവിടെ വരുമ്പോ വിളിക്കണമെന്നും വിളിക്കുമ്പോ ഹോട്ടലിന്റെ അഡ്രസ്സ് പറഞ്ഞു തരാമെന്നും അവിടെ വെച്ച് സപ്ലയേഴ്സിനെ പരിചയപ്പെടുത്തി തരാമെന്നും അവർ പറഞ്ഞിരുന്നു. നമുക്ക് ആദ്യം മീറ്റ് ചെയ്തിട്ട് സപ്ലയേഴ്സിനെ കാണിച്ചു തരാമെന്നാ പറഞ്ഞത്. ഓക്കെ, ഡു വൺ തിങ്, മൊബൈൽ എടുക്ക് എന്നിട്ട് അവളെ വിളിക്ക്. ഓക്കെ.